ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശ്രീഹരേ നമഃ. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോഃ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. തദ്ഘോഷേണ ഭക്തിജ്ഞാനവിരാഗാണാം മഹത് ബലം ഭവിഷ്യതി. ദ്വയോഃ കഷ്ടം വ്രജിഷ്യതി ഭക്തേഃ സുഖം ഭവിഷ്യതി. തദ്ഘോഷേണ ഭക്തിജ്ഞാനവിരാഗാണാം മഹത് ബലം ഭവിഷ്യതി. അതിൻ്റെ ശബ്ദം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് മഹത്തായ ശക്തി ലഭിക്കും. ദ്വയോഃ കഷ്ടം വ്രജിഷ്യതി, രണ്ടുപേരുടെയും കഷ്ടങ്ങളൊക്കെ ഇല്ലാതാകും. ഭക്തേഃ സുഖം ഭവിഷ്യതി, ഭക്തിക്ക് സുഖം ലഭിക്കും. ഭാഗവതം ശ്രവിക്കുമ്പോൾ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് കൂടുതൽ ബലം, ശക്തി ലഭിക്കും. രണ്ടുപേരുടെയും, അതായത് ജ്ഞാനം വൈരാഗ്യം എന്നിവരുടെ കഷ്ടങ്ങൾ തീരും. ഭക്തിക്ക് പരമസുഖം ഉണ്ടാകും. തദ്ഘോഷേണ ഭക്തിജ്ഞാനവിരാഗാണാം മഹത് ബലം ഭവിഷ്യതി. By the impact of the sound of the recitation, devotion, knowledge and detachment, bhakti, jnana and vairagya will attain great strength. Dvayoho kashtam vrajishyati. The sufferings of the two, knowledge and detachment, will vanish. Bhaktehe sukham bhavishyati. Devotion, bhakti, will become happy. Devotion, knowledge and detachment, that is bhakti, jnana and vairagya, will regain strength by the great impact of the sound of recitation. The sufferings of the two, that is knowledge and detachment, will vanish, and devotion, that is bhakti, will become happy. Pralayam higamishyanti Srimad Bhagavatattvane kalidosha ime sarve simha shabdat വൃകാ ഇവ. സിംഹശബ്ദാത് വൃകാഃ ഇവ ശ്രീമദ് ഭാഗവതധ്വനേഃ ഇമേ സർവേ കലിദോഷാഃ പ്രളയം ഗമിഷ്യന്തി. സിംഹശബ്ദാത് വൃകാഃ ഇവ. സിംഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ചെന്നായ്ക്കൾ എന്ന പോലെ ശ്രീമദ് ഭാഗവതധ്വനേ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സർവേ കലിദോഷാഃ പ്രളയം ഗമിഷ്യന്തി. എല്ലാവിധത്തിലുള്ള കലികാല ദോഷങ്ങളും തീർച്ചയായും നശിക്കും. സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചെന്നായ്ക്കൾ എന്ന പോലെ ശ്രീമദ് ഭാഗവത ആലാപനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവിധ കലികാല ദോഷങ്ങളും തീർച്ചയായും നശിക്കും. Meaning in English: Simha Shabdat Vrikaha Iva. Just like the wolves run away at the roaring sound of a lion, Srimad Bhagavatattvane ime sarve kalidoshaha pralayam gamisyanti. By the sound of the chanting of Srimad Bhagavata, all these evils of Kali will go to destruction. Just like the wolves run away at the roaring sound of a lion, by the sound of the chanting of Srimad Bhagavata, all the evils of Kali will go to destruction. Jnana vairagya samyukta bhakti prema rasavaha pradigeham pratijanam tatah kridam karishyati. Tatah jnana vairagya samyukta prema rasavaha bhakti പ്രതിഗേഹം പ്രതിജനം ക്രീഡാം കരിഷ്യതി. തത, അതുകൊണ്ട് ആ ശബ്ദമുണ്ടാകുമ്പോൾ പ്രേമരസാവഹ, പരമപ്രേമം തുളുമ്പുന്ന ഭക്തി ജ്ഞാനവൈരാഗ്യ സംയുക്ത, ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി പ്രതിഗേഹം, ഗൃഹങ്ങൾ തോറും, പ്രതിജനം, ജനങ്ങൾ തോറും,
ക്രീഡാം കരിഷ്യതി, കളിയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ പരമപ്രേമം തുളുമ്പുന്ന ആ ഭക്തി വൈരാഗ്യങ്ങളോടുകൂടി ഗൃഹങ്ങൾ തോറും ജനങ്ങൾ തോറും കളിയാടിക്കൊണ്ടിരിക്കും. തഥ ജ്ഞാനവൈരാഗ്യ സംയുക്ത പ്രേമരസാവഹ ഭക്തി. That is, when the Bhagavatam is recited, devotion, that is bhakti, enriched with love and along with knowledge, jnana, and detachment, vairagya, pratigeham pratijanam kridam karishyati, starts playing around in each and every household in the minds of individuals. When Bhagavata is recited, devotion, that is bhakti, enriched with love, along with knowledge, jnana, and detachment, vairagya, starts playing around in each and every household and in the minds of individuals. Veda Vedanta Koshescha Gita Pathehi Prabodhidam Bhakti Jnana Viraganam Nodatiஷ்ഠத்ரிகம் துயத். வேத வேதாந்த கோஷைஹி கீதா பாட்டைஹி பிரபோதிதம் ச யத் பக்தி ஞான விராகாணாம் த்ரிகம் ந திஷ்ഠத். വേദവേദാന്ത ഘോഷൈഹി, വേദവേദാന്തങ്ങളുടെ ഉച്ചാരണ ശബ്ദങ്ങൾ കൊണ്ടോ ഗീതാപാഠൈഹി, ഗീതാപാരായണങ്ങൾ കൊണ്ടോ പ്രബോധിതം ച, ബോധം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഭക്തിജ്ഞാന വിരാഗാണാം ത്രികം ന തിഷ്ഠത്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ 3 പേരും ഉണർന്നെഴുന്നേറ്റില്ല. വേദവേദാന്തങ്ങളുടെ ഉച്ചാരണ ശബ്ദങ്ങൾ കൊണ്ടോ ഗീതാപാരായണങ്ങൾ കൊണ്ടോ ബോധം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ 3 പേരും ഉണർന്നെഴുന്നേറ്റില്ല. മീനിങ് ഇൻ ഇംഗ്ലീഷ്. വേദവേദാന്ത ഘോഷൈഹി Gita Pathaihi Prabodhitam Cha, even though tried to wake them up by sounds from the chantings of Vedas and Upanishads and reciting Veda, Bhakti Jnana Viraganam Trikam na udatishtat. Devotion, knowledge, and detachment, these 3, Bhakti, Jnana, and Vairagya, did not wake up properly. These 3, devotion, knowledge, and detachment, Bhakti, Jnana, and Vairagya, did not wake up properly, even though tried to wake them up by sound from the chantings of Vedas and Upanishads and reciting Gita. Srimad Bhagavatalapat tat katham bodhameshyadi tat kathasu tu vedartha ശ്ലോകേ ശ്ലോകേ പദേ പദേ. ശ്രീമദ് ഭാഗവതാലാപാത് തത് കഥം ബോധമേഷ്യതി തത് കഥാസു ശ്ലോകേ ശ്ലോകേ പദേ പദേ വേദാർത്ഥസ്തു. ശ്രീമദ് ഭാഗവതാലാപാത്, ശ്രീമദ് ഭാഗവതാലാപം കൊണ്ട് തത് കഥം ബോധമേഷ്യതി, അവരെ എങ്ങനെ ഉണർത്തുവാൻ കഴിയും. തത് കഥാസു, ആ കഥകളിൽ, തത് കഥാസു തു, ആ കഥകളിലാകട്ടെ, വേദാർത്ഥ, ശ്ലോകേ ശ്ലോകേ പദേ പദേ, ഓരോ ശ്ലോകത്തിലും ഓരോ വാക്കുകളിലും കൂടി വേദാർത്ഥങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നുവല്ലോ. അതായത് ഇതിനു മുമ്പ് വേദങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അതുകൊണ്ടൊന്നും അവരെ ഉണർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം കേൾപ്പിക്കുന്നത് കൊണ്ട് അവരെ എങ്ങനെ ഉണർത്തുവാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ കഥകളിൽ, അതായത് ശ്രീമദ് ഭാഗവത കഥകളിൽ ഓരോ ശ്ലോകത്തിലും ഓരോ വാക്കുകളിലും കൂടി വേദാർത്ഥങ്ങളെ പ്രതിപാദിച്ചിരിക്കുകയാണല്ലോ എന്ന്. ശ്രീമദ് ഭാഗവതാലാപാത് തത് കഥം ബോധമേഷ്യതി. In that case, how will they wake up? By listening to Srimad Bhagavata. Tal kathasu shloke shloke pade pade vedarthatu.
In those stories, the meaning of Vedas is explained in each shloka and in each word. That is, the trio who did not wake up by the sound of chanting Vedas, how could they be woken up by Bhagavata, which gives the meaning of Veda in each word and in each shloka? In that case, how will they wake up by listening to Srimad Bhagavata? In those stories, meaning of Vedas is explained in each shloka and in each word. That is, the trio who did not wake up by the sound of chanting the Vedas, how could they be woken up by Bhagavata, which gives the meaning of Veda in each word and in each shloka? Chindandu samshayam hyenam bhavando mokhadashanaha vilambo natra kartavya sharanagatavalsalaha. അമോഘദർശനാः ശരണാഗതവത്സലാः ഹി ഭവന്തഃ ഏനം സംശയം ചിന്തന്തു അത്ര വിളംബഃ ന കർത്തവ്യഃ. ഭവന്തഃ അമോഘദർശനാः ശരണാഗതവത്സലാः ഹി. ഭവാന്മാർ കാര്യങ്ങൾ ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരും ശരണാഗതന്മാരിൽ കനിവുള്ളവരും ആകുന്നുവല്ലോ. ഏനം സംശയം ചിന്തന്തു അത്ര വിളംബ ന കർത്തവ്യ. അതുകൊണ്ട് ഇവൻ്റെ സംശയത്തെ തീർത്തു തന്നാലും ഇവിടെ താമസം ഉണ്ടാക്കരുതേ. ഭവാന്മാർ കാര്യങ്ങൾ ശരിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരും ശരണാഗതരിൽ കനിവുള്ളവരും ആകുന്നുവല്ലോ. അതുകൊണ്ട് ഇവൻ്റെ സംശയത്തെ തീർത്തു തന്നാലും ഒട്ടും കാലതാമസം ഉണ്ടാക്കരുതേ. ഭവന്തഃ അമോഘദർശനാः ശരണാഗതവത്സലാः ഹി. You are able to see and understand things correctly and compassionate towards those who seek your help. ഏനം സംശയം ചിന്തന്തു അത്ര വിളംബ ന കർത്തവ്യ. Please clear my doubts. Do not make any delay in this matter. You who are able to see and understand things correctly are compassionate towards those who seek your help. Please clear my doubts. Please do not make any delay in this matter. Kumara Uju. വേദോപനിഷദാം സാരാജ്യാദാ ഭാഗവതീ കഥാ അത്യുത്തമാ തതോ ഭാതി പൃഥഗ്ഭൂതാ ഫലോന്നതി. ഭാഗവതീ കഥ വേദോപനിഷദാം സാരാത് ജാതാ തതഃ അത്യുന്നതാ ഭാതി ഫലോന്നതി പൃഥഗ്ഭൂതാ. അർത്ഥം: ഭാഗവതീ കഥ, ഭാഗവത കഥകൾ വേദോപനിഷദാം സാരാത് ജാത, വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. തഥ, അതുകൊണ്ട് അത്യുന്നതാഭാതി, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. ഫലോന്നതി, ഫലത്തിൻ്റെ ഔന്നത്യം. പൃഥക് ഭൂത, വിവിധ തരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഭാഗവത കഥകൾ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ സാരത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. ഫലത്തിൻ്റെ ഔന്നത്യം വിവിധ തരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഭാഗവതീ കഥ, ദി സ്റ്റോറി ഓഫ് ദി ഗോഡ്സ്, വേദോപനിഷദാം സാരാത് ജാത, is emerged from the essence of Vedas and Upanishads. Tata atyunnata bhati, hence it has the topmost position. Phalonnati prithak bhuta, the fruit is very supreme and is spread in various forms. The story of gods is emerged from the essence of Vedas and Upanishads. Hence, it has the topmost position.
the fruit is very supreme and is spread in various forms. ആമൂലാഗ്രം രസസ്ഥിഷ്ഠന്നാസ്തേന സ്വാദ്യത്തെ യഥാ സംഭൂയ സ പൃഥഗ്ഭൂത ഫലേ വിശ്വമനോഹര. രസ ആമൂലാഗ്രം തിഷ്ഠൻ ആസ്തേ യഥാ ന സ്വാദ്യത്തെ ഫലേ സംഭൂയ പൃഥഗ്ഭൂത സ വിശ്വമനോഹര. രസ ആമൂലാഗ്രം തിഷ്ഠനാസ്തേ, വൃക്ഷത്തിൽ രസം മൂലം മുതൽ അഗ്രം വരെ സ്ഥിതി ചെയ്യുന്നു. യഥാ ന സ്വാദ്യത്തെ, എന്നാൽ ഏതു വിധത്തിൽ സ്വാദ് അനുഭവിക്കാൻ പറ്റുന്നില്ലയോ. ഫലേ സംഭൂയ പൃഥഗ്ഭൂത സ വിശ്വമനോഹര, അതുപോലെ തന്നെ അത് ഫലത്തോടുകൂടി ചേർന്ന് വേറിട്ട ഒരു രൂപത്തിലാകുമ്പോൾ ലോകത്തിൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നതാകുന്നു. മൂലം മുതൽ അഗ്രം വരെ, അതായത് വൃക്ഷത്തിൻ്റെ രസം മൂലം മുതൽ അഗ്രം വരെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഏതു വിധത്തിൽ നമുക്ക് അതിൻ്റെ സ്വാദ് അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ രസം ഫലത്തോടു കൂടി ചേർന്ന് വേറിട്ട ഒരു രൂപത്തിലാകുമ്പോൾ ലോകത്തിൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നതാകുന്നു. രസ ആമൂലാഗ്രം തിഷ്ഠൻ ആസ്തേ, ദി ജ്യൂസ് ഇൻ എ ട്രീ exists from its root to the top. Yatha na swadhyate, but just like how it cannot be tasted, phale sambhuya prithakbhuta sa, when mixed with fruit and appears in a separate form, that Vishwamanohara steals the mind of the world, that is, captivates the mind of the people. The juice in a tree exists from its root to its top, but just like how it cannot be tasted in that form, but when enters a fruit and exists in a separate form, the taste captivates the mind of the people. Yatha dukhe sthidam sarpir na swadayo upakalpade prithakbhudam hi tad divyam devanam rasavarthanam. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പി സ്വാദായ ന ഉപകൽപ്പതേ പൃഥഗ്ഭൂതം തദ് ദേവാനാം രസവർദ്ധനം ദിവ്യം ഹി. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പി, എപ്രകാരം പാലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നെയ്യ് സ്വാദായ ന ഉപകൽപ്പതേ, സ്വാദ് നൽകുവാൻ ഉപകരിക്കുന്നില്ലയോ. പൃഥഗ്ഭൂതം തദ്, പാലിൽ നിന്ന് വേർതിരിക്കപ്പെട്ട അത്. ദേവാനാം രസവർദ്ധനം ദിവ്യം ഹി, ദേവന്മാർക്കു കൂടി ദിവ്യമായ രസത്തെ നൽകുന്നുവല്ലോ. പാലിൽ അടങ്ങിയിരിക്കുന്ന നെയ്യ് അതിൻ്റെ സ്വാദ് പ്രകാശിപ്പിക്കുന്നില്ല. എന്നാൽ പാലിൽ നിന്ന് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ദേവന്മാർക്കു കൂടി ദിവ്യമായ രസത്തെ നൽകുന്നുവല്ലോ. മീനിങ് ഇൻ ഇംഗ്ലീഷ്. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പി, ഹൗ ദി ഗീ എക്സിസ്റ്റിംഗ് ഇൻ മിൽക്ക് സ്വാദായ ന ഉപകൽപ്പതേ, ഡസ് നോട്ട് ഗിവ് ഇറ്റ്സ് ടേസ്റ്റ്. പൃഥഗ്ഭൂതം തത്, ദാറ്റ് വെൻ സെപ്പറേറ്റഡ്, ദേവാനാം രസവർദ്ധനം ദിവ്യം ഹി, gives a divine increase in taste even for gods. How does the ghee existing in milk not give its taste? The same way, when separated from milk, gives a divine increase in taste even for gods. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി പൃഥഗ്ഭൂതാ ച സാമിഷ്ട തഥാ ഭാഗവതി കഥ. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി പൃഥഗ്ഭൂതാ ച സാ മിഷ്ടാ തഥാ ഭാഗവതി കഥ. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി, കരിമ്പിൻ തണ്ടുകളുടെ മൂലം തൊട്ട് അഗ്രം വരെ ഉടനീളം
മധുരരസം വ്യാപിച്ചിരിക്കുന്നു. പൃഥക് ഭൂതാച സാ മിഷ്ട തഥാ ഭാഗവതി കഥ. എന്നാൽ അതിൻ്റെ രസത്തെ വേർതിരിച്ചെടുത്താൽ ആ മധുരരസത്തിൻ്റെ മധുരം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഭാഗവത കഥകളും അതുപോലെ തന്നെ ആണ്. കരിമ്പിൻ തണ്ടുകളുടെ മൂലം തൊട്ട് അഗ്രം വരെ ഉടനീളം മധുരരസം വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ അതിൻ്റെ രസത്തെ വേർതിരിച്ചെടുത്താൽ ആ മധുരരസത്തിൻ്റെ മധുരം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഭാഗവത കഥകളും അതുപോലെ തന്നെയാണ്. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി. ഷുഗർ ഈസ് സ്പ്രെഡ് ഫ്രം ദി റൂട്ട് ടു ദി മിഡിൽ ടു ദി എൻഡ് ഓഫ് ദി ഷുഗർ കെയിൻ. പൃഥക് ഭൂതാ ച സാ മിഷ്ടാ തഥാ ഭാഗവതി കഥ. It becomes sweeter when separated as juice from the stem. Bhagavata is also, the story of Bhagavata is also like that. Sugar is spread from the root to the middle to the end of the sugar cane, but becomes sweeter when separated as juice from the stem. Bhagavata is also like that. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ.